அம்மு எங்களுக்கு அத்தை. அம்மு நிறைய சாக்லேட்ஸு, அப்புறம் ஜாலியாக பேசுவா. நாங்களும் ஜாலியாக இது பண்ணுவோம். அவ கூட நிறைய டைம் ஸ்பெண்ட் பண்ணுவோம். அதுக்கப்புறமா நாங்கள் அவ கூட போயிட்டு பேங்க்குலாம் பார்த்துட்டு வருவோம். அதுக்கப்புறமா அவளோட வீட்டுக்குலாம் போய் பார்த்துருப்போம். சாக்லேட்ஸ்லாம் வாங்கி கொடுத்துட்டு ஜாலியாக டைம்ஸு ரொம்ப நல்லாயிருக்கும். அதுக்கப்புறமா ஃப்ளவர்ஸ் கிட்டலாம் எங்களை ஃபோட்டோஸ் எடுப்பா. அப்புறம் எங்களை ஹோட்டலுக்கெலாம் கூட்டிகிட்டு போவா. அப்புறம் எங்களெல்லாம் ஜாலியாக பார்த்துப்பா. അതിനോട് പറയൊന്നുമില്ല. അതേ കുട്ടികളെ പറഞ്ഞ പോലെ തന്നെ കുറെ ചോക്ലേറ്റ്സ് വാങ്ങി തരും. ഏത് നേരം ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ടൈപ്പാ. ആൻഡ് ഇമോഷണൽ. അതെ, അമ്മ ഒരു സോഫ്റ്റ് ക്യാരക്ടറാ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതൊന്നേ ഉള്ളൂ. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ്, എപ്പോഴും കുട്ടികളെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട. ഹാപ്പിയാണ് അവള്. ആക്ച്വലി കുട്ടികളാണ് അവളുടെ ഏറ്റവും വലുത്. അമ്മു പോലെ പേര് പോലെ തന്നെ അവളൊരു അമ്മു. അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി. ഞങ്ങൾക്ക് എപ്പോഴും അമ്മുക്കുട്ടി തന്നെ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോ ചെയ്യും, ചിലപ്പോ ചെയ്യില്ല. അത് പലരും പലതും ആവുമായിരിക്കാം. പക്ഷെ കല്യാണം ആക്ച്വലി ഞങ്ങളെ അമ്മൂനെ ഞങ്ങൾ അറിയിച്ചത് അതാണ് സത്യം. അതെ, ആക്ച്വലി കല്യാണം വേണ്ടാന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഇനിയൊന്നും അതിന് ഈക്വൽ ആയിട്ട് പറയാനുള്ളത് മിഥുൻ. അമ്മൂന് ഈക്വൽ ആയിട്ട് കിട്ടിയ ഒരു ഫാന്റാസ്റ്റിക് ഒരു ആളാണ് മിഥുൻ. ഒരു നല്ല പേരാ. രണ്ടാൾക്കും ഞങ്ങളെ ഹാർട്ടി വിഷിങ് യു ഹാപ്പിലി മാരീഡ് ലൈഫ്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നും സന്തോഷിച്ചിരിക്കണം. ഈ ചിരി എന്നും ലൈഫ് ലോങ് കാണണം. അമ്മു എന്നും ചിരിച്ചുകൊണ്ടാണ്. ആ ചിരി മായാതെ എന്നും ഇരിക്കണം. അതേ ഉള്ളൂ. അവള് ചെറുപ്പം തൊട്ട് ഞാൻ വളർത്തിയ കുട്ടിയാ അവള്. അതെന്നെ പറഞ്ഞില്ലേ, അത് എപ്പോഴുള്ള പോലെയാ കുട്ടി. ഞങ്ങൾക്ക് അതൊരു ഇപ്പോഴും കുട്ടി തന്നെയാ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവളുടെ കല്യാണാണെന്ന്. ഇപ്പോഴും ഞങ്ങൾക്ക് അത് കുട്ടി തന്നെയാ. അമ്മക്കുട്ടി. നാളെ നമ്മൾ എന്താണെന്നുള്ളത് ഇപ്പോഴേ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവള് പോണത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. പോണത് ഉണ്ണീന്റെ അടുത്തേക്കാണെങ്കിലും നമുക്കത് ഭയങ്കര സങ്കടമുണ്ട്. ഒരുപാട് ഞങ്ങള് മിസ് ചെയ്യും. അതെ, ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. മിഥുനോട് അതേപോലെ തന്നെ എപ്പോഴും രണ്ടുപേരും എന്തായാലും ഈക്വൽ ആയിട്ട് ആരെയും വിട്ടുകൊടുക്കാതെ ഒന്നിച്ച് അങ്ങോട്ട് ലൈഫ് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ ഞങ്ങളെ വിഷസ് ആൻഡ് പ്രേയേഴ്സ്. ഈ ചിരിച്ച മുഖമൊന്നും അവൾക്ക് കാണണം. മിഥുനോട് പറയാനുള്ളത്, ഉണ്ണീനോട് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അതെ അമ്മൂനെ നല്ലോണം അതെ ഉണ്ണി എന്നും അതെ നമ്മൾ ഉണ്ണീനോട് അത് അന്ന് പറഞ്ഞതും അല്ലേ, അമ്മൂനെ നന്നായി നോക്കണം. നമുക്ക് പറയാനുള്ളത് ആ സ്മൈലിംഗ് ഫേസ് എപ്പോഴും ഉണ്ടാവണം അവളെ മുഖത്ത്. അതാണ് അവളുടെ ഒരു ക്രെഡിറ്റ്. അമ്മൂന്റെ ഒരു ഇതാ. എപ്പോ നോക്കിയാലും ചിരിച്ച മുഖമാണ്. നന്നായി പാട്ട് പാടും. ഇപ്പോഴും പാടും. പാട്ടൊക്കെ പാടും അവള്. അവളെ ചില പാട്ടുകളൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാൻ കളിയാക്കാറുണ്ട്. അത് ഞാൻ പറയില്ല. അവൾ ഇതോടുകൂടി ചിലപ്പോ അമ്മു തന്നെ കട്ട് ചെയ്താലും കട്ട് ചെയ്തിട്ടോ. അത് കാരണം ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കില്ലേ. ഇതേ ഉള്ളൂ പറയാൻ. വേണ്ട എങ്ങനത്തെ പാട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വേണ്ടപ്പോ പറയുന്നില്ല. എപ്പൊ നോക്കിയാലും ഞാൻ അവിടെ തല്ല് കൂടുന്നത് ആ പാട്ട് പറഞ്ഞിട്ടാണ്. അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അതെന്താ ഞങ്ങൾ അറിയാത്തൊരു സംഭവം. ഏതാ പാട്ട്? വേണു ചേച്ചി പറയാതെ നമ്മള് കേട്ടിട്ടില്ലേ? അപ്പൊ പിന്നെ നമ്മളെങ്കിലും അറിയണ്ടേ? അത് പല കേൾക്കില്ല. അവളിങ്ങനെ പാടി. വിജയുടെ ഫാനായിരുന്നു. തമിഴ് പാട്ടൊക്കെ അമ്മ പാടുന്നത് അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് അത് ഇപ്പോഴും അത് പറഞ്ഞ് ഞാനും അവളും കൂടി എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. ഒരു മിനിറ്റ്, കുട്ടികളും ഞങ്ങളൊക്കെ കൂടി ഇരുന്നിട്ടേ അമ്മൂനോട് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന ഒരു വിഷ് മാത്രം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറയാട്ടോ.
തീർച്ചയായും അത് പറഞ്ഞേ പറ്റൂ. കുട്ടികൾ എന്തായാലും ഇവിടെ 4 കുട്ടികളും വേണം. അത് മാത്രം നിങ്ങൾ കട്ടാക്കാണ്ട് ഒന്ന് കൊണ്ടുപോക്കണം. ഞാൻ പാട്ട് അധികം ഒഴിവാക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഇതോടുകൂടി പാടിയില്ലെങ്കിൽ ആ പാട്ടിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അതോടുകൂടി അതെന്താ യൂത്ത് എന്താ സിനിമ അത് ഒരു മുമ്പുള്ള യൂത്ത് എന്താന്ന് അറിയില്ല. അച്ചോ ഷാജഹാൻ അതും അവൾക്കത് അത് കുട്ടിയാകുമ്പോ എപ്പോഴും പാടി നടക്കായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞ് ഇങ്ങനെ അവളെ കളിയാക്കും. അപ്പൊ ഇപ്പൊ രണ്ടാളും കൂടി തല്ലുകൂടും കാണാം. പക്ഷെ ഞങ്ങളോടൊന്നും അമ്മ തല്ലുകൂടിയിട്ടില്ല. ഞങ്ങള് രണ്ടാളും തല്ലുകൂടും. പക്ഷെ എനിക്ക് അനിയത്തിയില്ല, അവൾക്ക് ചേച്ചിയില്ല. അപ്പൊ നമ്മൾ തമ്മിൽ തല്ലുകൂടും. പക്ഷെ ഭയങ്കര സ്നേഹാണ്. അതെ, അവളെ ഒരേ ഒരു അഡ്വൈസ് അമ്മൂന് പറയാനുള്ളൂ കേട്ടോ. അല്ല അഡ്വൈസ് എന്താ വെച്ചാല് ഒരേ ഒരു അഡ്വൈസ് അല്ല, ഒരു ചെറിയൊരു അഭിപ്രായം. ഏത് കാരണം കൊണ്ടും ദേഷ്യപ്പെടരുത്. എന്തായാലും മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞ് രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അത് അപ്പം തന്നെ പ്രശ്നങ്ങൾ തീർക്കുക. ആരോട് കൊണ്ടും പോണ്ട, ആരോടും അഡ്വൈസും ചോദിക്കണ്ട. അവര് ലൈഫ് അവര് ജീവിക്കണം. അഡ്വൈസ് ചോദിക്കണ്ടെന്നുള്ള അഡ്വൈസ് പറയുന്നത്. അതെ, സത്യം അതാണ് എന്റെ അഭിപ്രായത്തില്. എന്താ വെച്ചാ ഓരോർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും. ആ അഭിപ്രായം മൊത്തം എല്ലാരും നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡന്റ് അല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ ചോദിച്ചാൽ ബൊമ്മകള് ഭയങ്കര ഇഷ്ടം. അത് എത്ര ബൊമ്മ കൊടുത്താലും മിനിയേച്ചർ ടോയ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി കുറച്ച് ഇഷ്ടം കൂടുതലാ. ഇപ്പൊ 2 ദിവസം മുന്നേ കൂടി ഒരു ബൊമ്മയ്ക്ക് വേണ്ടി പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു. സോ ബൊമ്മ അവള് ഒരു ഇമോഷണൽ ടച്ച് ആക്കണ ഒരു സംഭവം. ഇപ്പൊ ഇവിടെ നെഞ്ഞിരിക്കാൻ തുടങ്ങി. കാരണം ആ പാട്ട് അതിൽ വന്നു അവളധികം ഞാൻ അവളുടെ ഒരു നല്ല മെമ്മറി എന്തെങ്കിലും അല്ല നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് നല്ല മെമ്മറി തല്ലുകൂടലല്ല. ഇപ്പം അമ്മു സമ്മൻ ഐ ഗ്രൂ അപ്പ് വിത്ത്. ഇപ്പം നമ്മൾ രണ്ടാള് തമ്മിൽ ആകെ ഒരു 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്കൂൾ പ്രായം തൊട്ടുള്ള മെമ്മറീസ് അങ്ങനെ ഉണ്ട്. നമ്മൾ ഒന്നിച്ച് ബാലമാവൻ്റെ ഓട്ടോയിൽ സ്കൂളിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ മോയിൻസിൽ ഒന്നിച്ച് പോകുന്നു. അത് കഴിഞ്ഞ് കോളേജ് 2 വൈക്കായി. ബട്ട് സ്റ്റിൽ ഇപ്പം അമ്മൂനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ഭയങ്കര സിമ്പിൾ ആൻഡ് സെൽഫ് കോണ്ടന്റ് ആയിട്ടുള്ളൊരു ആളാണ്. അവളിപ്പോഴും സോഷ്യൽ മീഡിയ പോലെ അതിപ്പോൾ യൂസ് ചെയ്തിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മളെ പോലെയല്ല. അവൾക്ക് ഇതുവരെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല. പക്ഷേ ലൈക്ക് അവള് സെൽഫ് കമ്പോസ്ഡ് ആണ്, കോണ്ടന്റ് ആണ്, ഹാപ്പിയാണ്. കുട്ടികളുടെ ഇടയിൽ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഇവർക്കൊക്കെ മക്കളുണ്ട്. ഇവരെ മക്കൾ നാട്ടിലേക്ക് വന്ന് ഇവരാരും നോക്കില്ല. അമ്മൂന്റെ അടുത്ത് വിട്ടില്ല. അതിനാണ് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അമ്മൂന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇവര് കെയർ ഫ്രീ ആണ്. അപ്പൊ കുട്ടികളുടെ അടുത്ത് ബെസ്റ്റ് ആണ്. ഞങ്ങൾക്ക് കംഫർട്ടാണ്. കുട്ടികളെ വിട്ടാല് അമ്മ നോക്കിക്കോളും എന്നുള്ള ഒരു കംഫർട്ട് ഉണ്ട്. പിന്നെ സ്വന്തം ഇല്ല കേട്ടോ, എല്ലാ കുട്ടികളെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന കഴിവ് അതിനെന്തായാലും എനിക്ക് ഇതോടുകൂടി ഇന്നത്തോടുകൂടി എനിക്ക് നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യും. നന്നായി വരയ്ക്കും. നല്ല വരയ്ക്കും. ഡു ഇറ്റ് യുവർ സെൽഫ്. DIY സംഭവങ്ങളൊക്കെ നല്ല ചെയ്യും. കുറെ മിനിയേച്ചറും വരയും അങ്ങനത്തെ കുറെ സാധനങ്ങള്. അങ്ങനെ ഒതുങ്ങി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവള് നിർബന്ധിക്കണത് അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. അവളെ ഒന്നിനും നിർബന്ധിക്കരുത്. വെരി വെരി സിമ്പിൾ ആയ ഒരു. പക്ഷെ അതിന്റെ ഒരു ആവശ്യം വരാറില്ല അല്ലേ? അവൾക്ക് വന്നിട്ട് അതെ, അതാണ്. ഇപ്പൊ ഈ കല്യാണത്തിന് മേക്കപ്പിന് ഞങ്ങൾ കുറെ പാടുപെട്ടിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യാനോ അതിനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. ഇന്നത്തെ മേക്കപ്പ് നല്ലതാണെങ്കിൽ മാത്രം അതിന്റെ ക്രെഡിറ്റ്സ് എനിക്കാണ്. മൊത്തം അക്ഷയ്ക്കാണ്. അതെ, അക്ഷയാണ് ചെയ്ത്. അനിയത്തിക്ക് നല്ലതാണെങ്കിൽ മാത്രം. അതെ, അത് സത്യം. ത്രെഡ് ഒന്നും ചെയ്യില്ല, ഒന്നുമില്ല. മേ ബി ഫ്യൂച്ചറിൽ മാറട്ടോ. ഈ കാസറ്റ് ഇട്ട് കാണരുതേ. അല്ല, യാതൊരു കമ്പനി ഉത്തരവാദിത്വം തരുന്നതല്ല. എന്നോട് അഡ്വൈസ് എന്ന് ചോദിച്ചാൽ ഞാൻ അതൊക്കെയാ പറയാ. അമ്മു എന്റെ അറിവില് അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നോ, വയനാട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ അതല്ലാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നോ, കുറെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ മേ ബി സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും തോന്നുന്നു. ആഗ്രഹം. കാരണം എല്ലാ സ്മോൾ തിങ്സും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇനിയും കുറെ ട്രാവൽ ചെയ്യുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭംഗിപ്പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ശീലങ്ങൾ തുടങ്ങുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും. അതെ,
ഉണ്ണീന്റെ കൂടെ ചേർന്ന് ട്രാവൽ ചെയ്യട്ടെ, അതെ. കൊറേ എക്സ്പ്ലോർ ചെയ്യട്ടെ. അതാണ് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം. എന്നിട്ട് ഞങ്ങൾ ആ ഫോട്ടോസ് കാണണം, ലൈക്ക് ചെയ്യണം, സ്റ്റാറ്റസ്. സ്വിറ്റ്സർലാൻഡിക്കല്ലേ, അതാ ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞത് ആദ്യത്തെ ഇവർക്ക് വരണത്. ആദ്യം കേരളം കാണട്ടെ, പിന്നെ ഇന്ത്യ കാണട്ടെ, എന്നിട്ട് ഞങ്ങള് അബ്രോഡിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുന്നതായിരിക്കും. അല്ല അത് നിക്കണ കണ്ടില്ലേ അവൾ, അതാണ് അമ്മു. നേരെ അങ്ങനെ തിരിച്ചു നോക്കിയതാ. കാണുന്നതാണ് അമൃത, അതാണ് അമ്മു. അല്ല, അതാണ് അവളെ ലോകം, അതാണ്. അയ്യോ അച്ഛന്റെ വല്ലാത്ത, അമ്മയുടെയും എല്ലാവരുടെയും ഭയങ്കര പെറ്റാണ്. അവരെ നാട്ടിലെ അമ്മയുടെ വീട്ടിലെ സൈഡിലെ എല്ലാവരുടെയും ഭയങ്കര പെറ്റാണ്. അതെ. ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞ് ഞങ്ങളെ അമൃത എന്ന അമ്മുക്കുട്ടി, ഇതാണ് ഞങ്ങളെ അമ്മുക്കുട്ടി. പക്ഷേ ഇന്നത്തെ ഇവളുടെ മേക്കപ്പ് ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ്. ഫീഡ്ബാക്ക് എന്താ, ജനറലി മേക്കപ്പ് നല്ലതാണെന്നാണെങ്കിൽ നല്ലത് മാത്രമേ പറയാൻ പാടൂ. അല്ല, ഞങ്ങളുടെ ധൈര്യത്തിനാ നിങ്ങളുള്ളത്, ഇവിടെ ധൈര്യത്തിനല്ല. ഇവളിപ്പോ പറയും, അമ്മ പറഞ്ഞേ ഞങ്ങളെ കുറിച്ച്. പറഞ്ഞോ, എന്തായാലും കുഴപ്പമില്ല, ഒന്നും പറയാനില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ ആരോ തോന്നുന്നു. ഇവർ രണ്ടാളും ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നിവർത്തികേടോണ്ട് പറഞ്ഞു ഇത്രയും വലിയ ടാലന്റ് ഉള്ള കുട്ടിയാന്ന് സത്യത്തിന് ഞങ്ങൾ ഇപ്പോഴും അറിഞ്ഞത് കേട്ടോ. ഈ പ്രിൻസ് കാസിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ സത്യം ഞങ്ങൾ അറിയുന്നത്, ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ ഇത്ര വലിയ സൂപ്പർ സിംഗർ കണ്ടസ്റ്റന്റ് ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അമ്മ ഒരിക്കൽ പാട്ട് പാടിക്കൊക്കെ, ഞങ്ങള് വേണമെങ്കിൽ തുടങ്ങി തരാം. ഞങ്ങൾ എല്ലാരും കൂടി തുടങ്ങാം. അതല്ല ഇപ്പൊ ഞമ്മള് അതേതാ ഇവര് പറഞ്ഞതോ, ഇങ്ങനത്തെയോ? അമ്മു കളിക്കില്ല. അതെ, ഞങ്ങള് വേണമെങ്കിൽ അമ്മൂനെ മണവാട്ടി ആക്കിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഒപ്പന വേണമെങ്കിൽ കളിക്കാം. ഇത് മാത്രം അമ്മൂന് പറ്റും. അമ്മ ചിരിച്ചേ, അമ്മ ചിരിച്ചെടുത്ത്. അതെ, സത്യം. അല്ലേ അല്ല, വെറുതെ ആർട്ടിസ്റ്റാണ് പറയുന്നത്. എല്ലാ വേഷവും കിട്ടില്ല. അല്ല, നന്നായിട്ടുണ്ടമ്മോ, നന്നായിട്ടുണ്ട്. ഇത് നീ ഗോവയില് ജനിക്കേണ്ട പെണ്ണായിരുന്നു. പക്ഷേ ചിരിച്ചിട്ട് നടന്നാ മതി. എന്തേ ഇപ്പഴാ എനിക്ക് ഇതിന്റെ സംഭവം മനസ്സിലായത്. അമൃതേ வைக்கும் பார்வைக்காரன் பொறுத்திடுவீரா, தொடர்ந்து பதற செய்வீரா, சிக்க வைக்கும் செய்கையெல்லாம் நிறுத்திடுவீரா, மனசு இயங்கல சேரா, தாசா கிட்ட நெருங்குறலேசா, நான் ஒருங்குறேன் தூசா, எட்ட போயிடுறா வெரசா வெரசா, ராசா இது என்ன புதுசா, வெக்கம் ஆச்சு சிறுசா, கொஞ்சம் பார்த்து தொடு லேசா லேசா, வேற கொக்காதே கொக்காதே கொக்க கேட்காதே, அப்படி பார்க்காதே அப்படி மட்டும் பார்க்காதே, எதுவும் சொல்லாதே சொல்லாதே சொல்ல சொல்லாதே, சுழட்டி செல்லாதே சுழட்டி விட்டு செல்லாதே, பத்த வைக்கும் பார்வைக்காரா, பார்வைக்காரா, பத்த வைக்கும் பார்வைக்காரா.
கிடைச்ச நேரம் எல்லாம் கட்டிக்கிட்டே இருக்கணும். அடிச்ச ஆசையெல்லாம் அடிக்கடி எழணும். சத்தமே இல்லாமைய மொத்தத்தையும் சரிச்சுட்ட. சொப்பனத்தில் வெப்பத்தை தந்து சாச்சு போட்டுட்ட. ராசா இது என்ன புதுசா வெக்கம் ஆச்சு சிறுசா. கொஞ்சம் பார்த்து தொடு லேசா லேசா. தாசா கிட்ட நெருங்குற லேசா. நான் ஒருங்குற தூசா. எட்ட போயிடுறா வெரசா வெரசா. வேற போக்காதே போக்காதே போக்க கேட்காதே. அப்படி பார்க்காதே அப்படி மட்டும் பார்க்காதே. எதுவும் சொல்லாதே சொல்லாதே சொல்லு சொல்லாதே. சுழட்டி செல்லாதே சுழட்டி விட்டு செல்லாதே. தவிக்கும் பார்வைக்காரா ஹே பார்வைக்காரா. தவிக்கும் பார்வைக்காரா மரரர. சிக்க வைக்கும் செய்கையெல்லாம் இருத்திடுவீரா. மனசு இயங்கல சீரா. எண்ணமே ஏன் உன்னால உள்ள பூந்தது தன்னால. கண்ணமே என் கண்ணால வெந்து செவந்து புண்ணாக. ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர. உள்ள வெக்கம் வளர அவ வந்தா தேடியே. தன்ன நேரம் நிக்குது மோகம் சொக்குது வாட திக்குதம்மா. நெஞ்ச பூட்டி வச்சத வந்தொடச்சிட்டம்மா. கட்சி சேர நிக்குது கண்ணழைக்குது பொண்ண நெந்திடமா. அன்பு தேங்கி நிக்குது வந்தெடுத்துக்குமா. யாரும் பார்த்து நின்னு பேசவில்லை. காத்து நின்னு கொடுத்ததில்ல. நீயும் வந்து பார்த்ததால பனியும் பத்திக்குச்சே. கண் மறைச்சு போற புள்ள முன்னழைச்சது யாரும் இல்ல. ஓ மனசில் தான் விழுந்த நானும் தங்கிடவே. என்னமே ஏன் உன்னால உள்ள பூந்தது தன்னால. கண்ணமே என் கண்ணால வந்து செவந்து புண்ணாக. ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர. உள்ள வெக்கம் வளர அவ வந்தா தேடியே. தன்ன நேரம் நிக்குது மோகம் சொக்குது வாட திக்குதம்மா. நெஞ்ச பூட்டி வச்சத வந்தொடச்சிட்டம்மா. கட்சி சேர நிக்குது கண்ணழைக்குது பொண்ண நெங்கிடமா. அன்பு தேங்கி நிக்குது வந்தெடுத்துக்குமா. ஒச்சக்கல்ல பொரி பிரியாணி அச்சிக்கலாம் கிட்ட வரியாணி. கச்சா மேங்கோ பைட்டு பைட்டுமா. போலீஸ் மாமா கெஞ்சா விட்டார். கெஞ்ச கெஞ்ச என்ன நிக்க வச்சு ஒரு நோட்டு புக்ல என்ன போட சொன்னா சைன். 2 மணி நேரம் சும்மா நிக்க வச்சு விட்டு போச்சு முட்டி செத்து போச்சு. போக சொன்னா என்ன சரி போடா வேணா தப்பு நான் தான் பண்ண. ஒத்துக்கு நப்புனா வண்டி ஏத்த முன்ன 2 மணிக்குள்ள ஸ்டுடியோ வந்துட்டு பிராக்டிஸ் பண்ணலாம் சொன்ன ஃப்ரெண்ட் கிட்ட எக்ஸ்பிளைன் பண்ண. போலீஸ் என்ன புடிச்சிட்டான். 2 மணி நேரம் நிக்க வச்சு ஃபைனை போட்டு என்ன அவன் அறுத்துட்டான். அதனால லேட் ஆச்சு ப்ரோ. ஓடி வந்ததால் வாங்குது மூச்சு ப்ரோ. பாடியில ஸ்கிராட்ச் ப்ரோ. ஹெல்மெட் போடலன்னு கொடுத்த ரெசிபி இதுதான் என்னோட சாட்சி ப்ரோ. காத்து மேல காத்து மேல காத்து கீழ காத்து கீழ் காத்து சைடுல சைடு காத்து ரைட்ல. ரைட். வீட்டு மேல காத்தடிக்குது காத்து ரொம்ப நாத்தடிக்குது. சைடுல பார்த்தா குப்பை மேடுமா. மேடுமா ஒச்சக்கல்ல பொரி பிரியாணி அச்சிக்கலாம் கிட்ட வரியாணி. கச்சா மேங்கோ பைட்டு பைட்டுமா.
பாயுந்தாரே ஒரு பதிக்கஞ்சங்கிலிதாரே பட்டுக்கிளி வாடி நல்ல தடப்பு பக்கம் మనసుల సోగం Hey my golden sparrow வாமா கம்மன் சிங்கு குயின தேடி வந்தான் கிங்கு டைலா பிபி டும்மு மாலை மாத்தி போடு ரிங்கு கோல்டன் ஸ்பாரோ என் நெஞ்சில ஆரோ நீ இல்லாத லைஃப் ரொம்ப சாரோ மாஸ்க் ஆஃப் சாரோ நம்ம பையன்தான் ஹீரோ சிங்கிங் டூயட் வேற யாரோ கப்பில கோலு இவ சிங்கல்ல சுத்தின கேர்ளு சங்கதி என்னன்னு கேளு இனி இவன் தான் ஆளு நெத்திலி மீனு ஒரு கெத்துல சுத்தின நீனு நிக்குது லைனு நீ மினுக்குற மூணு கோல்டன் ஸ்பாரோ என் நெஞ்சில ஆரோ நீ இல்லாத லைஃப் ரொம்ப சாரோ மாஸ்க் ஆஃப் சாரோ நம்ம பையன் தான் ஹீரோ சிங்கிங் டூயட் வேற யாரோ அம்மணி கியூட் கண்மணி 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 சம்பவம் பண்ணுற ஹார்ட்டுக்குள்ள நீ அம்மணி கியூட் கண்மணி சம்பவம் பண்ணுற ஹார்ட்டுக்குள்ள நீ கொண்டு கிடக்குது சிக்கி தவிக்குது உள்ளுக்குள்ள ஒரு தாட்டு நீ சிரிச்சுக்கோ என்ன பார்த்து நீ எக்ஸாம்ல ஃபெயில் ஆனாலும் வெக்ஸ் ஆக மாட்டேன் உன் எக்ஸாம் இப்போ ஆனதால எக்ஸ்ட்ராவா போட்டேன் நீ எக்ஸாம்ல ஃபெயில் ஆனாலும் வெக்ஸ் ஆக மாட்டேன் உன் எக்ஸாம் இப்போ ஆனதால எக்ஸ்ட்ராவா போட்டேன் வாழ்க மகராசி முடிஞ்சு போச்சு இவராசி நினைச்சு பெயினாச்சு சொல்லுடி சுத்துரு ஸ்வீட்டா
துடிக்கவா தினம் தினம் துடிக்கவா கொய் டா ஏய் டா இருக்கின்னா பிடிக்கவா இலக்கணம் படிக்கவா டாரி நைட்டில் நான் உன் ஸ்டோரி டைட்டில் நான் மானம் பார்க்காத மேனாகிறேன். ஏய் நானே போயட்டு எங்கே என் டூயட்டு ரொம்ப நாளாக நான் தேடுறேன். சொல்லிடு ஓகே நான் வைக்கிற வெத்தல பாக்க கண்ணுல லாக்கே இது கல்யாண சோக்கே மின்னலு ஃபிளாஷ் உன்னை கண்டது நெஞ்சுமே கிராஷ். பாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்னமான இட தேடி வரும் நாடு எந்த நாடு. பாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்னமான இட தேடி வரும் நாடு எந்த நாடு. முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால. பாங்குயிலே பூங்குயிலே சேரி ஒன்னமான இட தேடி வரும் நாடு எந்த நாடு. தொட்டு தொட்டு விளக்கி வச்ச வெங்கலத்து செம்பு அத தொட்டெடுத்து தலையில் வச்ச பொங்குதடி தெம்பு. பட்டெடுத்து உடுத்தி வந்த பாண்டியரு தேர் இப்போ கிட்ட வந்து கிணறுதடி என்ன படு ஜோரு. கண்ணு கழகா பொண்ணு சிரிச்சா பொண்ணு மனச தொட்டு பறிச்சா தன்னந்தனியா எண்ணி ரசிச்சா கண்ணு வலதான் விட்டு விரிச்சா. ஏறெடுத்து பார்த்து எம்மா நீரெடுத்து பூத்து சீரெடுத்து வாரே எம்மா சேர்த்து என்ன தேத்து. முத்தையன் படிக்கும் முத்திர கவிக்கு நிச்சயம் பதில் சொந்தனும் மயிலு. மாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்ன மாலையிட தேடி வரும் நாடு எந்த நாடு. ஒன்ன மறந்திருக்க ஒரு பொழுதும் அறிய எம்மா கண்ணி முகத்தை விட்டு வேறெதையும் தெரிய வங்கத்தில விளைஞ்ச ചെറുപ്പത്തിൽ പറഞ്ഞാൽ വലിയ ഈ ഫാഷൻ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അവർ ഒതുങ്ങിയ കുട്ടിയാണ്. പിന്നെ ഈ ജോളി അടിക്കുന്ന സ്വഭാവം ഒന്നുമില്ല. സ്കൂളിൽ പോണ സമയത്ത് കോളേജിൽ പോണ സമയത്ത് കോളേജിൽ പോകും വരും വീട്ടോടെ ശരി. ഈ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോണ സമയത്തും അങ്ങനെയാണ്. പഠിപ്പുണ്ട്, അവളുടെ കാര്യമുണ്ട്, ബാക്കി ഒന്നിനും അവൾ ഇടപെടില്ല. അങ്ങനെയായിരുന്നു. അല്ല അവൾ എവിടെ വിളിച്ചാലും വരില്ല. അവർക്ക് വെറും പഠിപ്പ് അതാ വീട്ടോടെ കാര്യം. പുറത്തെവിടെയെങ്കിലും വിളിച്ചാലും വരില്ല. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വാങ്ങിത്തരാൻ വേണം ചോദിച്ചാൽ ഒന്നും വേണ്ട പറയും. കുറച്ച് കുറുമ്പുണ്ട് എന്ന് മാത്രം. പിന്നെ അവളെ ഇഷ്ടത്തിന് അവളെ കല്യാണം അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ് അതെ നല്ലൊരു ബന്ധാണ് മോക്ക് കിട്ടി. അതുകൊണ്ടാണ് അവള് സമ്മതിച്ചത്, ഞങ്ങളും സമ്മതിച്ചത്.
വേറെ ഒരുക്കെ വന്നിട്ട് ബാംഗ്ലൂർ ജോലിയുള്ളതൊന്നും വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഇത് പിന്നെ അറിയുന്നൊരു ബന്ധമല്ലേ അങ്ങനെ ഇത്രയും അടുത്ത് വന്ന ഇപ്പം 3 വർഷമായിട്ട് അവിടെ ആയതുകൊണ്ട് പോണത് പിന്നെ അമ്മൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ. ഇപ്പം 3 കൊല്ലമായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ അല്ല മാസത്തിൽ 1 or 2 പ്രാവശ്യം പെരിന്തൽമണ്ണ വരും. അവളുടെ മുത്തിയൻ്റെ വീട്ടിൽ. അപ്പം ഞങ്ങൾ സാധാരണ അവിടെ പോയി കാണുകയാണ്. ഇപ്പോഴും ഇനിയിപ്പോൾ അതേപോലെ തന്നെ. ഇതെന്ത് പിന്നെ കരച്ചില് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോ അല്ലെ അത് ഫോട്ടോ എടുക്കുമ്പോ എന്തൊരു കരയുന്നേ ഒക്കെ അറിയുന്ന സ്ഥലത്തല്ല മകള് പോണ് കരയാൻ പാടില്ല പിന്നെ അവള് കരയുംപ്പാ എന്തൊരു കരയണം ഒന്നും കരയണ്ട അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലം അവൾക്ക് പിടിച്ച സ്ഥലം തന്നെ. മോനും മോൾക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഉണ്ണിക്കും അമ്മൂനും എല്ലാവിധ മംഗളാശംസകളും നേരും. നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. അതേ ഉള്ളൂ. അകനക അകനക മുഗനക ഏയോ മുഗനക മുഗനക മുരുനക ഏയോ മുരുനക മുരുനക തരുനക ഏയോ തരുനക തരുനക വരുനനയേ யாரது யாரது புன்னகை கோர்ப்பது யாவிலும் யாவிலும் என் மனம் சேர்ப்பது நடை பழகிடும் தொலை அருவிகளே முகில் கொடுத்திடும் மலை முகடுகளே கொடை பிடித்திடும் நெடுமரச்செறிவு பனி உதிர்த்திடும் சிறு மலர் துளியே அழகிய புலமே உரதிள மகனா வளவரின் நிலமே எனதரசியும் நீ வளநில சிரிப்பே எனது இரடியோ உனதிளம் மனப்பே எனக்கிரிதடியோ உனை நினைக்கையிலே மனம் சிலிர்த்திடுதே உன் வழி நடந்தால் உயிர் மலர்ந்திடுதே உன் மடி கிடந்தா தவி தவிக்கிறதே நினைவழிந்திடுதே அகனக அகனக முகனக ஏயோ முகனக முகனக முருநக ஏயோ முருநக முருநக தருநக ஏயோ தருநக தருநக வருநனயே யாரது
பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா ஊரே தேன் மெதுவா கொஞ்சி கொஞ்சி வரவா பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா ஆண் நெஞ்சிலே ஆர்ப்பாட்டமா நீ வந்ததும் தேரோட்டமா நிகழ்காலம் நீ எனவே காதல் கூறி கைப்பிடித்து கூட்டிச் சென்றதா சின்ன தூரில் தூரிடவே மீண்டும் இந்த வேப்ப மரம் வெட்கப்பட்டதா இதுவே திருநாள் இதயம் தரும் நாள் ஒரே தேனது நாள் உன்னிடத்தில் மனநாள் பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா குரிலான நெஞ்சில் இன்று நெடிலான காதலா முகையெந்தன் வாசம்தான் உன் மழைக்கால சாரலா எழுதாத உந்தன் தாளில் இனி எந்தன் பாடலா அழகான நாட்கள் மெல்ல உருவானதா
கண்ணிலே நெஞ்சிலே சொல்லடா கண்ணலே சக்கரே என் சக்கரே மெல் மெல்லமாய் செல்லமாய் கொஞ்சதே மௌனமே ஸ்நேகமோ பிரேமமோ ஈடிலா நேயமோ பேரிலா மாயமோ கேள்வியே சுகமோ யாவுமே மாறுதே பூமிதான் இதுவோ சக்கரே 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 கரை மீதிலே இருபாதமாய் வா வாழலாம் வாழலாம் மௌனமாய் தேடலாம் கடமீதிலே விழும் தூறலாம் நாம் தூறலாம் கூறியே தீரலாம் இருளிருள் போசிய நெஞ்சாலை ஒளி போசித்தாய் விரல் விரல் சூடிய நம்பூவன விரலை பிடித்தாய் சிறுகுடை மீறிய மழை போலவே நாள் போகுதே பெருவரம் வாங்கிய தவம் போலவே வாழ்வானதே ஹே மின்னலே ஹே மின்னலே என் கண்ணிலே நெஞ்சிலே சொல்லடா கண்ணலே உள்ளிலே என் உள்ளிலே மெல் மெல்லமாய் செல்லமாய் கொஞ்சதே மௌனமே ஸ்நேகமோ பிரேமமோ ஈடிலா நேயமோ பேரிலா மாயமோ கேள்வியே சுகமோ யாவுமே மாறுதே பூமிதான் இதுவோ சக்கரே 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 பத்த வைக்கும் பார்வைக்காரா பொறுத்திடுவீரா தொடர்ந்து பதற செய்வீரா சிக்க வைக்கும் செய்கையெல்லாம் நிறுத்திடுவீரா மனசு இயங்கல சீரா தாசா கிட்ட நெருங்குற லேசா நான் ஒருங்குற தூசா எட்ட போயிடுறா வெரசா வெரசா ராசா இது என்ன புதுசா வெக்கம் ஆச்சு சிறுசா கொஞ்சம் பார்த்து தொடு லேசா லேசா விரல கொக்காதே கொக்காதே கொக்க கேட்காதே இப்படி பார்க்காதே அப்படி மட்டும் பார்க்காதே எதுவும் சொல்லாதே
பார்க்கும்போது உன் தோணல கிடக்கணும் நினைச்சு நெளிஞ்சதெல்லாம் தினம் தினம் நடக்கும் கிடைச்ச நேரம் எல்லாம் கட்டிக்கிட்டு இருக்கணும் அடிச்ச ஆசையெல்லாம் அடிக்கடி எழணும் சத்தமே இல்லாமைய மொத்தத்தையும் சிரிச்சுட்ட சொப்பனத்தில் வெப்பத்தை தந்து சாச்சு போட்டுட்ட ராசா இது என்ன புதுசா வெக்கம் ஆச்சு சிறுசா கொஞ்சம் பார்த்து தொடு லேசா லேசா தாசா கிட்ட நெருங்குற லேசா நான் ஒருங்குற தோசா எட்ட போயிடுறா வெரசா வெரசா வேற கொக்காதே கொக்காதே கொக்க கேட்காதே அப்படி பார்க்காதே அப்படி மட்டும் பார்க்காதே எதுவும் சொல்லாதே சொல்லாதே சொல்லு சொல்லாதே சுழட்டி செல்லாதே சுழட்டி விட்டு செல்லாதே தவிக்கும் பார்வைக்காரா ஹே பார்வைக்காரா தவிக்கும் பார்வைக்காரா மரரர சிக்க வைக்கும் செய்கையெல்லாம் நிறுத்திடுவீரா மனசு இயங்கல சீரா வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே நீயே கண்டேன் கண்டேன் என்னுடையவளை தந்தேன் தந்தேன் மிச்ச உயிரை கண்டேன் கண்டேன் என்னுடையவனை தந்தேன் தந்தேன் மிச்ச உயிரை உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே ஊர் கூடும் நல்ல நல்ல தடங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் வா தேடி தேடி போவோம் வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி திரிவோம் வா என் துணையே வழி துணையே நீயே கண்டேன் கண்டேன் என்னுடையவளை தந்தேன் தந்தேன் மிச்ச உயிரை இந்த நேரம் இனிப்பது போல எப்போதும் இருப்பாயா உச்சபட்ச ஆசை கொண்டேனே உன்னிடத்தினிலே வெப்பம் குளிர் எது வந்தாலும் மிதமாக இணைப்பாயா திக்கு முக்கு ஆடி போகின்றே எங்கேயோ பிறந்த என் அன்பே என்னை தேடி வந்ததே போதும் இனி வாழும் அத்தனை நாளும் மினுக்கும் மினுக்குமே வானம் பார்த்து கிடந்தேனே மழையாய் வந்து விழுந்தாயே வழி துணையே வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி
சேருதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓரம் நீர் துளி உன் மார்பில் சாய்ந்த சாக தோணுதே உன்னாலே என்னாலும் என் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே उभय कुशल चिरजीवन प्रसुत भरित मंजुलतर शृंगारे संचारे अधर रुचित मधुरित भग सुधन कनक प्रशम निरत बांधव्ये मांगल्ये मम तव सति समदश शत मुद मन शुभ सुमन लयिव सुसुत सहित कामं विरह रहित भावम् आनन्द भोगम् आजीवकालं पाशानुबन्धं कालानुकालं दैवानुकूलं काम्यार्थसिद्धिं कामये விடிந்தாலும் வானம் இருள் பூச வேண்டும் மடி மீது சாய்ந்து கதை பேச வேண்டும் முடியாத பார்வை நீ வீச வேண்டும் முழு நேரம் என் மேல் உன் வாசம் வேண்டும் இன்பம் எதுவரை நாம் போவோம் அதுவரை நீ பார்க்க பார்க்க காதல் கூடுதே ஓ, ஓ, ஓ. உன்னாலே என்னாலும் என் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே ஏராளம் ஆசை என் நெஞ்சில் தோன்றும் அதையாவும் பேச பல ஜென்மம் வேண்டும் ஏழு ஜன்மம் ஒன்றாக சேர்ந்து உன்னோடு இன்றே நான் வாழ வேண்டும் காலம் முடியலாம் நம் காதல் முடியுமா நீ பார்க்க பார்க்க காதல் கூடுதே உன்னாலே என்னாலும் என் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் കണ്ണുകൾ ഓടും നീർ തുളി. ഞങ്ങളതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ സെക്കൻഡ് വീക്ക് എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രപ്പോസൽ വന്നു. ഇതെൻ്റെ ആദ്യത്തെ പെണ്ണ് കാണൽ. ആദ്യമായി കാണുന്നത് പെണ്ണ് കാണാമെന്നാണ്. ഇതൊരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പെണ്ണ് കാണലാണ്. ഇതൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു അലയൻസ് വന്നത്. അപ്പോൾ അങ്ങനെ പോയി പെണ്ണ് കാണുന്ന സമയത്താണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ അതിന് ശേഷം കണ്ടത് ഇങ്ങനെ ഫോർമലായിട്ട് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ വീട് പോയി കാണുക, അല്ലെങ്കിൽ അവർ വന്ന് നമ്മുടെ വീട് കാണാം. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഒരു പാലക്കാടാണ്, ഞാൻ ഇവിടെ മലപ്പുറത്താണ്. നമ്മൾ രണ്ടുപേരും നാട്ടിലുമില്ല. അപ്പോൾ നമ്മൾ മീറ്റിംഗ് അങ്ങനെ അവരെ നമ്മളിങ്ങനെ ഒരു ക്രൗഡ് മൊത്തം നമ്മളെ തന്നെ നോക്കുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്റ്റേജ് ഫിയർ സാധനം ഉണ്ടാവും. ഞാനിങ്ങനെ നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എന്നും ഒരുപാട് പേരെ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ആൾ തന്നെയാണ്. എന്നാലും ഇങ്ങനെ എല്ലാവരും നമ്മളെ നോക്കുന്നു. അത് നമുക്ക് കുറേ പേര് അത് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യും. പിന്നെ അതേസമയം വേറൊരു സാധനം ചെയ്യാൻ പറയും. അപ്പോൾ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒക്കെപ്പാടെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, അത് വൃത്തികരായി വരുന്നു. മൊത്തത്തിലൊരു ഒരു കൺഫ്യൂസ്ഡ് ആയുള്ളൊരു സ്റ്റേറ്റസ് ഉണ്ട്.
അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീനൊന്നും ശരിക്കും സത്യത്തിൽ ഉണ്ടായില്ല. കാരണം ആ സമയത്ത് വേറെന്തോ പൂജയിലായിരുന്നു, തീ കത്തിക്കുന്നു കെടുത്തുന്നു വേറെന്തോ പൂവിടുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ഇവിടെ വന്നത് ഇരുന്നതൊക്കെ പിന്നെ നമ്മൾ അറിയുന്നത് വേറെന്തൊക്കെയോ ചെയ്യുന്ന തിരക്കിലായിരുന്നു സത്യത്തിൽ. താലി കിട്ടിയ മൊമെന്റ് വളരെ സ്പെഷ്യലായൊരു മൊമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ട് ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. പക്ഷെ അത് എനിക്കറിയാവുന്ന ലൈഫിൽ ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ സ്പെഷ്യലാണ്. അതായിരുന്നു നമുക്ക് ഏറ്റവും വളരെ ഒരു സ്പെഷ്യലായിട്ട് പറയാവുന്ന ഒരു മൊമെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ആരുമില്ലെന്ന് മനസ്സിലായില്ല എടുത്തപ്പോ. അല്ല, നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ട്, നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാറൊക്കെ ഉണ്ട്. റൊമാൻറ്റിക്കലൊക്കെ ചോദിക്കുന്നു ആയി വരുന്നേ ഉള്ളൂ. സേവ് ദ ഡേറ്റ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയത് അതിൻ്റെ ഒരു ഹോൾ പ്രോസസ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഏറ്റവും ഭയങ്കര രസമുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേസിക്കലി എനിക്കെന്നല്ല കണ്ടവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക, അതിൻ്റെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ആ ഒരു പാർട്ട് എനിക്ക് ഭയങ്കര ഇതൊരു കംപ്ലീറ്റ് ഒരു കല്യാണത്തിൻ്റെ പ്രോസസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭാഗം അതാണ്. എനിക്ക് എന്ത് റീസണിൻ്റെ പുറത്താണ് ചൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല, പിന്നെ ഒരു കുറച്ച് കാലം കൊണ്ട് എനിക്ക് തോന്നിയത് വലിയ ചില കാര്യങ്ങളൊന്നും ഭയങ്കര വലിയൊരു ശല്യമില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ തന്നെ വേണം, ഇന്ന കാര്യം ഇന്ന സമയത്തും കറക്റ്റ് വിളിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ വലിയ ശല്യങ്ങളില്ല. അതൊരു പോസിറ്റീവാണ്. ചിലപ്പോ തോന്നും പാവാന്ന്, ചിലപ്പോ തോന്നും പാവല്ലാന്ന്. അത്ര എനിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാവുമായിരിക്കും. വെറുതെ ഒന്ന് ചൂടാവില്ല, വേണ്ട ചൂടാവുന്നതല്ല, കാര്യം പറയുന്നതാണ്. അത് ആ സെൻസിൽ മനസ്സിലായി. In Bangalore, I met Mithun for the first time because initially I don't have any idea about Mithun because I have planned to stay in a PG, but suddenly I got a call from one guy and he is saying that, sir, I am Mithun, I am a physics teacher. Okay, today I met Ajit sir, he gave your number. Okay, suddenly I had a call and we talked in phone for the first 10 days. I didn't meet him, but we have planned everything. Once I reached Bangalore, I came to know that yes, he is Mithun, and I'm also from Tamil Nadu and he is also from different state, but we are staying together in a same place. Initially everyone will have a thought like how it is going to be, because how the bond is going to be, but everything is apart from our thought. Now I can't able to stay without Mithun and he can't able to stay with me. Okay, we are in that kind of bond. He is my one of my brother, mentor, friend, whatever it is. Mithun is for me in Bangalore. Whatever happened for me, he will take care of me, and whatever happened for him, I will take care of him. So this is our bond. Very nice person, kind-hearted, shy type. Ilayaraja's biggest fan. Okay, the only fight between us is because of music. I used to play Anirudh song and he wants Ilayaraja song. Okay, that is the only conflict between us. Otherwise, he's my partner in crime. And I wish a happy married life for Mithun sir and also Ammu sister. ഉണ്ണിയേട്ടൻ്റെ കല്യാണമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കുറേ മാസമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ആ താലി കെട്ടുന്ന സീനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരുന്ന മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ. അതുപോലെ അമൃത നമ്മളെ ഫാമിലിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഹാപ്പി ടു വെൽക്കം അമൃത ടു അവർ ഫാമിലി. സോ ഹാപ്പി. ഇന്നെൻ്റെ വലിയ ഏട്ടൻ്റെ ഉണ്ണിയേട്ടൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാനും അവനും തമ്മിൽ ഏകദേശം 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്.
പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. അവന് നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ ഹാപ്പി. ഉണ്ണിയേട്ടൻ്റെ ഒരു നേച്ചറിനനുസരിച്ചിട്ടുള്ള ആളാണ് പറഞ്ഞത്. ഉണ്ണിയേട്ടൻ ആള് അങ്ങനെ വല്ലാതെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വല്ലാതെ വർത്തമാനം പറയുന്ന പോലെ ഒന്നും തോന്നില്ല. പക്ഷെ അവൻ നല്ല വർത്തമാനം പറയുന്ന ആളാണ്, നല്ല തമാശയൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ ചേച്ചിയും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഭയങ്കരമായിട്ട് വർത്തമാനമൊന്നും പറയില്ലെങ്കിൽ പോലും വർത്തമാനം പറയുമ്പോൾ വളരെ രസകരമായിട്ട് വർത്തമാനം പറയാനൊക്കെ വഹിക്കുന്ന ആളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെയുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. അടിച്ചു പൊളിക്കട്ടെ, ഉഷാറാവട്ടെ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ജില്ലാ.
കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ല ജില്ലം ജില്ലാല കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടയും പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലല കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ കായൽ തിരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി ഞാനില്ല നീയില്ല നമ്മളൊന്നാ
சாரமாய் ஒழுகி பிரணயமாய் மின்னல் மழ கையில் இட்ட பெண்ணழகே எத்தி தொடான் எத்துகில்ல மாறிவில்லாணு நீ மின்னல் மழ கையில் இட்ட பெண்ணழகே எத்தி தொடான் எத்துகில்ல மாறிவில்லாணு நீ கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே பாட பரந்தோட அடி ஒவ்வொரு பொழுதும் ஓன அப்படி நான் ரசிச்சேன் உயிர் கொல்லுது ஓனனப்பு கண்மணியே ஓ ஒரு 1000 வானவில்ல ஓம் பூவிழி காட்டுதடி அத சட்டுன்னு நீ மறைச்சா நான் என்ன செய்வேன் புள்ள கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே பாட பரந்தோட வேலையாட்டு பேச்சுல வேச ஊசி ஏத்துற நிலேசா பார்க்க மின்னல் கொட்டிடுதே ஒளி பாஞ்சமோ மோகம் மனசோட மோதுதே நீ பேசும் பேச்சு ஐயோ அள்ளிடுதே என்னென்னவோ உன்கிட்ட சொல்லவும் தோணுதடா காதல் வந்தே சட்டுன்னு சல்லட போடுதடா நடு நெஞ்சல உன்னோட வாசம் என்ன ஏதேதோ பண்ணுதடி தாங்காத சந்தோஷம் நான் என்ன செய்வேன் புள்ள கண்கள் ஏதோ தேட கலவாட நெஞ்சம் தானே பாட பரந்தோட அடி ஒவ்வொரு பொழுதும் ஓன அப்படி நான் ரசிச்சேன் உயிர் கொல்லுது ஓனனப்பு கண்மணியே ஓ ஒரு 1000 வானவில்ல ஓ பூவிழி காட்டு
ரயிலின் ஒலிகள் உனையே தேடுதே அதிரும் பறையாய் இதயம் ஆடுதே உந்தன் கை வீசிடும் பொய் ஜாடை என்னை ஏதே தோட்டத்தில் வீசுதே உன் ஊர் தாண்டிடும் ரயில் பாலம் மேல் என் பூமி முடிந்து விடுதே என் தாயோடும் கூறாத வார்த்தைக்குள் நான் நீந்துறேன் காந்துறேன் கனா காணும் போர்வைக்குள் காலத்தை அடக்காக்கிற தேக்குற மண்ணேலோடும் மழை தண்ணி போல் நாளும் நிலமாறுற தூறுற பாழாகின்ற நெஞ்சுக்கு பால் பார்வனி வாக்குற காக்குற கோடி வாசங்கள் என்னை தீண்டி போனாலும் உயிரை தீண்டாதும் வாசம் பூமி தீர்ந்தாலும் தீராத ரயில் பாதை காதல் ஒன்றே அன்பே You're my moonlight, you are stars in the sky. Come with me now, you have my desire. வெண்டியா வந்தாயா ஆராஜா கணவனே கேளடா கணவனே தானடா
பக்கம் இருந்தால் கெட்டு போவேன், தள்ளி இருந்தால் நல்லவனாவேனே. உன் புன்னகை என்னை கொய்வது பொய்யாமை, என்னை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணிவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, கலவியின் தலைவியே ஆராத்யா. கரிகப மகரி தனி தனி தமக கரிகப மகரி தனி 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 பாவரி தன மகரி கமகர பரரி தகரி மகர மகரி தன மகரி கம மகரி கர மகரி கர தன மகரி தனி கமரா. ഉണ്ണിന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം അടിപൊളിയായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉണ്ണിയുടെ ഡാൻസ് വളരെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഡാൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡാൻസ് മാസ്റ്ററാണ്. ഞങ്ങളെ ഗ്യാങ്ങിലെ ഞങ്ങളെ കസിൻ ഗ്യാങ്ങിലെ ഏറ്റവും മൂത്ത ആളുടെ കല്യാണമാണ് ഇത്. ഭയങ്കര മൂത്ത അതെ ആൺകുട്ടിയുടെ കല്യാണമായിരുന്നു ഇത്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ ഹൽദി ആയാലും ഹൽദിയുടെ ഡാൻസ് ആയാലും പിന്നെ ഇപ്പൊ കളിച്ച ഡാൻസ് കുറച്ച് ഞെട്ടിപ്പോയി. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഈ ഡാൻസ്. പിന്നെ ഭയങ്കര ഷോക്കായി. ഉണ്ണിയേട്ടനാണല്ലോ അടിപൊളി. ആണോ? അത് കണ്ടില്ല. പിന്നെ ഞങ്ങളുടെ ഇതില് ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന് പറയുന്ന പോലെ ഒരു മാസ്റ്ററാണ് ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഉണ്ണിയേട്ടൻ പൊളിയാണ്. ഇതാണ് കഴിഞ്ഞോ? അങ്ങനെ ഒരു ഇതാണ് ഇപ്പോഴുള്ളത്. പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെയാണ്. നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു. 3 ദിവസവും ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഗ്യാങ്സ് ഇങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടുന്നത് ഇങ്ങനെ ഇതുപോലത്തെ പരിപാടിക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ഹാപ്പി മൊമെന്റ്സ് തന്നെയായിരുന്നു ഈ 3 ദിവസവും. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെന്താ അടിപൊളിയായിരുന്നു എല്ലാതും. അല്ല ഈ നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവര് കഴിവൊക്കെ പുറത്തു വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം വേണ്ടേ? അപ്പോൾ അതുപോലത്തെ ഒരു അവസരമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും കളിച്ചു നോക്കാൻ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഇതുപോലുള്ളവന്മാരെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, ഇതുപോലെയുള്ളവന്മാരെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ച് കളിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമൊക്കെ ഇരുന്നു. ഇതുപോലെ അവസരം വേറെ കിട്ടല്ലേ. അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി, അപ്പോൾ ഓണായി വരും. ഇതുപോലത്തെ ടീമല്ലേ, അപ്പൊ എല്ലാവരും കൂടെ അവള് ഓണായി വരും. പെണ്ണ് കാണാൻ പോയപ്പോ ഇത് പഠിച്ചു വന്നതാണ്. അല്ല, നമ്മളത് അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ പെണ്ണ് കാണാൻ പോയപ്പോഴാണ് നമ്മള് ആദ്യമായി കണ്ടത്. അങ്ങനെ നല്ല ചോദ്യം. അടുത്ത ചോദ്യം ചോദ്യങ്ങൾ കാണുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടുവരും. ഞാൻ പിന്നെ കറക്റ്റ് ആൻസർ കൊടുക്കാം. നല്ലത് ആലോചിച്ച് കൃത്യമായ ഉത്തരവാണ്. എന്താണ്? ഓക്കെ. ഇല്ല, അമ്മ വലിയ കുഴപ്പമില്ല. വേറെ പ്രത്യേകിച്ച് വലിയ ശല്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെ വലിയൊരു മെച്ചല്ലേ. ഇപ്പൊ എല്ലാരും കൂടി ഒരു പാട്ട് പാടിയാലോ?
ഏത് പാട്ടാ വേറെ പറ നല്ല നല്ല പാട്ട് കൺമണി ആമി പാടിക്കോ കൺമണി അൻപോട് ആമി പാടുന്നുണ്ട് ഒപ്പം പാടിയാൽ മതി ഓക്കെ റെഡി അല്ല എല്ലാം പാടാം கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே അയ്യാണ് പറയണ്ട ഈ അനിയനല്ലേ ഇപ്പൊ എന്നെ ദത്തെടുത്തതാണോ ഒന്നും പറയണ്ട അല്ല ഞാൻ തവിടെടുത്ത് അപ്പോ പെട്ടെന്നിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിലൊരു എല്ലാത്തിനും മുന്നിൽ നിന്ന് പടം വരുത്തുന്ന ഒരാളാണ് ഉണ്ണിയേട്ടൻ. ആളുടെ കല്യാണം അതെ എല്ലാ കാര്യത്തിനും അതേപോലെ തന്നെ യുദ്ധത്തിൽ നമ്മളെല്ലാരും കൂടിക്കഴിഞ്ഞാൽ തന്നെ യുദ്ധമാണല്ലോ. പിന്നെ ആ യുദ്ധത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വന്തം കല്യാണത്തിന് വരെ ഡാൻസ് കല്യാണത്തിന് വരെ മുന്നിൽ നിന്ന് ഡാൻസ് പഠിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷം. ഈ ഡാൻസിനില്ലല്ലോ. ഇല്ല ഞാൻ മോറൽ സപ്പോർട്ട് എല്ലാം ഞാൻ ഉണ്ടായിരുന്നു. പാട്ട് ഓണാക്കുന്നു, കർട്ടൻ വലിക്കുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ സന്തോഷം എല്ലാരും ഇങ്ങനെ കൂടിയതിൽ. കേട്ട് കേൾവി അതെ കുറച്ച് ഷൈ ആണ് ആള്. കുഴപ്പമില്ല, നമ്മളെ കൂട്ടത്തിൽ വന്നാ ശരിയാവും. എന്തായാലും നാണൊക്കെ പോയിക്കോളും. അല്ല നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ഇത് ഷൈ ഓക്കെ ചെക്കൻ്റെ അനിയനാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ? ഒരുപാട് ഹാപ്പി ആയിരുന്നു, കുറേ സന്തോഷം. എല്ലാവരും കൂടെ കൂടി ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു. അതന്നെ ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ ആകെ ഒരു ഏട്ടനുള്ളൂ അല്ലേ? അപ്പോൾ അതൊരു സന്തോഷമുണ്ട്. അതെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ഫാമിലിക്ക് ആള് കൂടിയാണ്. അപ്പോൾ അതും സന്തോഷം അല്ലേ? ഈ കല്യാണങ്ങൾ നമ്മുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നടന്നു പോകണ്ടെങ്കിലും അതുപോലെ നോർമലായിട്ട് നടന്നു പോകേണ്ട ഒരു കല്യാണത്തിൽ എൻ്റെ കല്യാണത്തെ കുറിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെയല്ല. എൻ്റെ കല്യാണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ പെട്ടെന്ന് ചാടി വീണിട്ടാണ് ഇവിടെ കുറേ ഡാൻസും എല്ലാവരും കൂടി ഇങ്ങനെ കുറേ പരിപാടികളുണ്ടായത്. പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉണ്ണിയേട്ടൻ ഇവിടെ സാധാരണ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് പോലുണ്ട് എല്ലാ കല്യാണങ്ങൾക്കും. അതുപോലെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് എല്ലാവരും അവനവൻ്റെ കല്യാണത്തിന് ഇതേപോലെ നേർത്തെടുത്ത് ഡാൻസ് എല്ലാവരെയും പഠിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു സാധനം ഇവിടെ വെച്ച് പോവാണ്. അതന്നെ ഇതന്നെ ഇതിൻ്റെ ഒരു പരിപാടി. അടിപൊളിയുണ്ട്. ഇതന്നെ ഒരു ദിവസമേ നിങ്ങൾക്ക് കേൾക്കണോ, ഈ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ നിന്ന് ചെങ്ങായി കഴിയുമെന്ന് അങ്ങോട്ട് ഊർന്നിറങ്ങിയിട്ട് ഓൻ എന്തോ ഒരു കളിപ്പാട്ടം വേണമെന്നാണ് ഉരുണ്ടിങ്ങനെ കളിക്കുക. എന്തൊരു ഇടങ്ങേറെന്നറിയോ, നല്ല രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തും കഴിഞ്ഞ് വണ്ടി കയറ്റി കൊണ്ടുവന്നാ. ആ ഇനിയിപ്പോൾ എന്താ അടുത്ത കാര്യം ചോദിച്ചോളി, പറഞ്ഞുതരാം. ആ ഓനിപ്പം ഭയങ്കര പക്വത, എന്താ അറിയില്ല, എക്സ്ട്രാ പക്വത. മിനിയാന്നൊന്നും ഇത്ര പക്വതല്ല. ഇനി ഓളെ കിട്ടിയിട്ടാണോ ആ പക്വത കൂടിയെന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. അടുത്ത് അമ്മായിക്ക് എന്താ പറയുള്ളത്? അമ്മായി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഉണ്ടാവില്ല. രണ്ടുപേർക്കും ഒരു വിശ്വസ് പറഞ്ഞേ. ഇനി ഒന്ന് വിശ്വസ് ഇത്രയും പറഞ്ഞിട്ട് പറയണോ? ഇതിൽ കൂടുതൽ എന്താ വിശ്വസ് പറയണ്ടേ? ഓ നല്ല കുട്ടി കേട്ടോ. എന്തായാലും ചെറുപ്പത്തിലൊക്കെ പൊട്ടിത്തെറിപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് വലുതായപ്പോൾ നന്നായിനെ. പക്ഷെ മുത്തുവിനെ സംബന്ധിച്ച് മുത്തു ചെറുപ്പത്തിലും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാറിയില്ല. പക്ഷെ ഓന് അത് നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു മരോളെ കിട്ടി. ഈ മരോളെ ഞങ്ങളേക്ക് ആക്കി എടുക്കും. ഞങ്ങളെ ഇപ്പം ആകുന്നില്ല, ഞങ്ങളെ ആക്കി എടുക്കും. നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് മരോളെ.
ഒരുപാട് ഇഷ്ടമാണ് മരുവളെ. എൻ്റെ മരുവനാണ് ഉണ്ണി, ഓനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരുവളെയും ഒരു പടി മുന്നിൽ ഉണ്ണിയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ഭാര്യനെ കളിയാക്കി വർത്താനൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, ഏതായാലും വേണ്ടിയില്ല, ഓളും നന്നാക്കി പറഞ്ഞിട്ട് അയക്കും എന്ന് വിചാരിക്കാം. ടാലിയായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല ഒരു ഫാമിലിയാണ്. മണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ചെക്കനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉള്ളത് മണീൻ്റെ കല്യാണത്തിനാണ്. പക്ഷെ മോനെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മിക്കവാറും കഴിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെയും കൂടി കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട് അടുത്ത കാലത്ത് തന്നെ. പക്ഷേ അത് എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. മുത്തൂരിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഓൻ എന്നെങ്കിലും ശരിയായി കിട്ടിയെങ്കിൽ ഞാനാള്. ഇനി എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇനി എൻ്റെ ഭാര്യനെ പറ്റിയിട്ട് ചോദിക്കേണ്ട കേട്ടോ, അത് മുമ്പ് കീഴിലിടണ്ട, അത് മുമ്പ് പിന്നെ പറയാം. മതി. ചെറുപ്പത്തിലൊക്കെ വളരെ സൈലന്റ് തന്നെ ആയിരുന്നു ആള്. ചെറുപ്പകാലത്തിൽ ചെറിയ രീതിയിലുള്ള വികൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുറെ വലുതാവുന്നതിനനുസരിച്ച് സൈലൻ്റായി വന്നു. പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ മിടുക്കനായിരുന്നു ചെറുപ്പം മുതലേ. വികൃതികളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അത്ര വലിയൊരു ബുദ്ധിമുട്ടിക്കുന്നതായൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നല്ലോണം പഠിക്കുമായിരുന്നു. LKG മുതൽ അവന് നല്ല മിടുക്കനായിരുന്നു, പഠിക്കുന്ന കാര്യത്തിലും ഒക്കെ നല്ല മിടുക്കനായിരുന്നു. പിന്നെ വലുതാവും തോറും കുശുമ്പും വാശിയൊക്കെ മാറി നല്ല ആൾക്കാരോട് പെരുമാറാനൊക്കെ കഴിയുന്നൊരു കുട്ടിയായിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു രീതിയാണ് അവൻ്റെ പെരുമാറ്റവും ആൾക്കാരോടുള്ള സമീപനവും ഒക്കെ നല്ലതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഉണ്ണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെറുപ്പം മുതലേ ഒരു അധ്യാപകൻ്റെ കൾച്ചറിലാണ് അവൻ അതന്നെ ഒരു അധ്യാപകനാവുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതങ്ങനെ സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്കൂളിൽ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു നല്ലതായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അവൻ ഞങ്ങളെ അതേ സഹോദരങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ ഇനിയുള്ള കാലങ്ങളിലും അവൻ്റെ ഭാര്യയോടൊത്തും ബാക്കി അവിടുത്തെ അച്ഛനോടും അമ്മേനോടും അവിടുത്തെ എന്നുള്ളതൊന്നും പറയുന്നില്ല, അവിടുത്തെ അമ്മയും അച്ഛനും ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സഹോദരനെയൊക്കെ സ്നേഹിക്കണം, അങ്ങനെ ഒന്നിച്ച് ജീവിക്കണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അവൻ്റെ ഇപ്പോൾ ചെറുപ്പത്തിലെ ട്രൗസറൊക്കെ ഇട്ട് ഓടി നടന്ന പ്രായം മുതലേ കാണാൻ തുടങ്ങിയല്ലേ? അപ്പോൾ ആ ഒരു ചെറുപ്പത്തിൽ നിന്ന് നേരെ ഈ കല്യാണ ചെക്കനായിട്ടുള്ള വലിയ ഒരാളായിട്ട് വന്നല്ലോ. അതെ അതെ. അപ്പോൾ അതിൻ്റെ എന്ത് ഫീലാണ്, ആ ഒരു ഫീൽ ഒന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ആ കുട്ടിക്കാലം തന്നെ ഞങ്ങൾ മനസ്സിലുള്ള ഇത്രയും വലുതായി എന്നുള്ളത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഴിവിൻ്റെ പരമാവധി വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. അതും വളരെയധികം സന്തോഷമാണ്. പിന്നെ പഠിക്കാനും എടുക്കാനായിരുന്നു, ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു. അതൊക്കെ ആളൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എന്താ തോന്നിയുള്ളത് ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ നിന്ന് അപേക്ഷിച്ചിട്ട്? അവൻ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. ഏത് പഠനമാണെങ്കിലും ഏത് രീതിയാണെങ്കിലും ശരി ഒന്നാമത് എത്തുക എന്നുള്ളതാണ്. പിന്നീട് അവന് കുറേ കലാപരമായിട്ട് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു രീതിയാണ്, അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളത്. ചെറുപ്പത്തിലൊന്നും അങ്ങനെയൊന്നും പാടുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നന്നായിട്ട് പാടും, ഡാൻസ് ചെയ്യും, ഡാൻസ് പഠിപ്പിക്കും, കുട്ടികളൊക്കെ ഡാൻസ് പഠിപ്പിക്കും, കാര്യങ്ങളൊക്കെ പാട്ട് പാടും, അത്യാവശ്യം പാട്ട് പാടും, അതൊക്കെ ചെയ്യും. അമ്മൂനെ പെണ്ണ് കാണാനുണ്ടാ? അമ്മൂനെ ഞങ്ങൾക്കറിയായിരുന്നു. അമ്മൂൻ്റെ അമ്മ അതിൻ്റെ ഒരു ബന്ധുവാണ്. പക്ഷേ അമ്മാവൻ്റെ മകളാണ്. അപ്പോൾ നമുക്കറിയായിരുന്നു, പക്ഷേ നമ്മളങ്ങനെ കൂടുതലായിട്ട് അവരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ചു, അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ രണ്ട് കുടുംബങ്ങളുടെയും തീരുമാനമാണ്. ഞങ്ങൾ അവളെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്, തിരൂർക്കാട് മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടത്. കണ്ടപ്പോൾ ഞങ്ങൾ ഇഷ്ടമായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് അവർ ജോലിയൊക്കെ ആയിട്ടാണ് നമ്മൾ അന്വേഷിച്ചത്. അന്ന് കണ്ട സമയത്ത് അങ്ങനെ അന്വേഷിക്കണമെന്നൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായി ആ മോളെ തന്നെയാണ് ഞങ്ങൾ പോയി ചോദിച്ചതും എല്ലാം നോക്കിയതും. വേറെ ഒരു കുട്ടിയുടെയും മോൻ കൂടി കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ഒരു മരുമോളെ കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനിയെല്ലാം ദൈവം നല്ലതിലേക്ക് തന്നെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഹൽദി ആണെങ്കിലും
കല്യാണമാണെങ്കിലും അതിലല്ല നമുക്ക് ഭയങ്കര ഒരു ഫീൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയുമോ? ഫീലായത് മോൻ്റെ കല്യാണം തന്നെയാണ് ഞങ്ങൾക്ക്. എനിക്കിന്നെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടത്താൻ പറ്റി. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച അതേപോലെ തന്നെ എല്ലാ കാര്യവും നടന്നു എന്നുള്ളതാണ്. അത് A to Z നമ്മൾ ആഗ്രഹിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ കല്യാണത്തിൻ്റെ എല്ലാ ഭാഗവും ക്ലിയറായി എന്നുള്ളതാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസമാണെങ്കിലും അതിൻ്റെ 2 ദിവസം മുമ്പ് കുട്ടികളെ പരിപാടി റിഹേഴ്സൽ ഉണ്ടായിരുന്നു, ഡാൻസ് പരിപാടി റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച ആളുകളൊക്കെ ഒരു ഇതൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. രണ്ടുപേർക്കും ഒരു വിഷസ് പറഞ്ഞേ, മോനും മോൾക്കും. ഞങ്ങളെല്ലാം ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിതം മക്കൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ദൈവം അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരെ അതുപോലെ അതിനേക്കാളേറെ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നുമുണ്ട്. ഒരുപാട് എന്നും മക്കളെല്ലാവരും ചേർന്ന് നിന്ന് നമ്മളോടൊത്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത്ര മാത്രമേ പറയാനുള്ളൂ. സ്നേഹിക്കണം, മാത്രം.